അസ്സലാമു അലൈക്കും ഹായോൾ. അപ്പം നമ്മൾ ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വീക്കെൻഡിലൊക്കെ വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് എളുപ്പത്തിലൊരു ചോറുണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്തായാലും നമ്മൾ സ്നേഹത്തിൻ്റെ പ്രതീകമായി നമ്മൾ എന്താ വെക്കുക, ഒരു മധുരം കൊടുക്കുമല്ലോ. അപ്പോൾ ഒരു മധുരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരത്തിലൊരു പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ 2 റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനിയിപ്പോൾ വിളിച്ച് പറയാതെ വരുന്ന ഗസ്റ്റ് ആണെങ്കിൽ ഈ ചോറ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പം ഞാൻ റാഗി വെച്ചിട്ട് പായസം തയ്യാറാക്കി എടുക്കുന്നത്. റാഗി എന്ന് പറയും, നമ്മളിവിടെ മുത്താറി എന്ന് പറയും കേട്ടോ. മമ്പയറും വൻപയറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മുത്താറി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. സെയിം അളവ് മുത്താറിൻ്റെ അളവിൻ്റെ തേങ്ങ എടുക്കുക, മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് പിഴിഞ്ഞ് വെക്കുക. 3 കട്ട ശർക്കര അലിയാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മമ്പയർ കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്തോട്ടെ മമ്പയർ. പിന്നെ ശർക്കരയിൽ ഇടുമ്പോൾ ഒന്നുകൂടി ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മുത്താറിനെ ഞാൻ വെള്ളം ഒഴിച്ചതെന്ന് പറഞ്ഞാൽ മുത്താറി അരിച്ചെടുത്ത് അതോടൊപ്പം തന്നെ മിക്സിയിലെ ജാറിലേക്ക് പകുതിയോളം വെള്ളം എടുത്തിട്ട് പിന്നെയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മമ്പയർ വേവിച്ച വെള്ളത്തോടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് മമ്പയറിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ ഒരു പായസത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ കേട്ടോ. സാധാരണ നമ്മളില്ലേ മുത്താറി വറ്റിച്ചിട്ട് കഴിക്കുന്നില്ലേ, അതിനേക്കാട്ട് ഒരുപിടി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലിപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് ഷുഗർ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് മധുരം കുറച്ചിട്ട് കോരി മാറ്റിയിട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമല്ലേ ഈ ഒരു മുത്താറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഗസ്റ്റ് വരണമെന്നൊന്നുമില്ല, നമുക്ക് വൈകുന്നേരം ചാക്കൊക്കെ വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ല റെസിപ്പീസാണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഒരു ദിവസം റാഗി വെച്ചിട്ട് ഈ ഒരു പായസം ഞാനാ പറയുന്നത് ഉണ്ടാക്കി നോക്കണം. റാഗി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താണ്, നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിലേക്ക് ഞാൻ ശർക്കര ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം കൈവിടാതെ ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് മമ്പയർ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ തിളപ്പിച്ച് അത് വേവുന്ന ആവശ്യമായ ആ ഒരു സമയം നിങ്ങൾക്കറിയാമല്ലോ, നല്ല കുമിളകൾ ഇങ്ങനെ വരുമല്ലോ മേലോട്ടേക്ക്. ആ ഒരു സമയത്ത് ഓഫ് ചെയ്യുക, അത്രേ പണിയുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ നമുക്ക് ഈ ഒരു മുത്താറിൻ്റെ ഇടയിൽ കിടന്ന്. സാധാരണ നമ്മൾ മമ്പയർ വെക്കുക, അരിപ്പൊടി കലക്കിയിട്ട് അതിലേക്ക് മമ്പയർ വേവിച്ചത് ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മമ്പയർ പായസം വെച്ചെടുക്കുന്നത്. പക്ഷേ അതിലും കൂടി കുറച്ചുകൂടി നമുക്ക് ഹെൽത്തിയാണ് റാഗി വെച്ചിട്ട് ചെയ്യുമ്പോൾ. റാഗി അരിപ്പൊടിക്ക് അരിനെക്കാട്ടി എന്തുകൊണ്ട് നമുക്ക് ഹെൽത്തി റാഗി ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്തോളൂ നിങ്ങളെ വീട്ടിൽ വരുന്ന ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അളമ്മമാർ അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ അങ്ങനെയൊക്കെ തൊട്ടടുത്ത കസിൻസ് വരുമല്ലോ, മക്കളൊക്കെ. ആ ഒരു സമയത്തെല്ലാം നമുക്ക് അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്തായാലും ഭയങ്കരമായ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അത് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫാൻ ഇപ്പോൾ ആർക്കാലും കൊടുക്കാമെന്നേ. ഇതിപ്പോൾ എന്താ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ലേ. ഇതിലൊരു നെയ്യോ വറുത്ത് കോരലോ അങ്ങനത്തെ ഒരു പരിപാടിയുമില്ല. ഞാൻ ഉമ്മാക്ക് കുറച്ച് കോരി മാറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള പായസമാണ്. മസ്റ്റ് ട്രൈ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനൊരു 3-4 ഗ്ലാസ് ചൂടോടെ കുടിച്ചിട്ടുണ്ട്. പിന്നെ തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മളെ തൊട്ട ഫാമിലിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ ചിലപ്പോൾ വിളിച്ച് പറയുമായിരിക്കും. ചിലപ്പോൾ തൊട്ടടുത്ത ആൾക്കാർ അവിടെയുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പറയാതെയും വരും. രണ്ടും ഉണ്ട്. അപ്പോൾ 2 സമയത്തായാലും നമുക്ക് ചിലപ്പം പറഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ ചിലപ്പം കുറേ സമയം കിച്ചണിൽ മെനക്കെടാൻ സമയം ഉണ്ടാവില്ല. പറയാതെ വന്നാലും നമുക്ക് എടുപിടിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ രണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനിൽ കുറച്ച് മഞ്ഞൾ, ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, തൈര് ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ മസാല പുരട്ടി വെച്ചിട്ട് കുറേ മുമ്പേ പുരട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അരി കഴുകി കുതിർത്ത് വെച്ചിട്ടാ. എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങാം. എൻ്റെ അടുത്താണെങ്കിൽ ബിരിയാണിക്ക് ആവശ്യമായ ഒരു സാധനമില്ല കേട്ടോ. മല്ലിയിലില്ല, പുതിനയിലില്ല, ഇഞ്ചിയില്ല. രാത്രി 8 മണിക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ വെറുതെ വൈകുന്നേരം ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഫുൾ എനിക്ക് ബിരിയാണീൻ്റെ റീൽസ്. അപ്പോൾ തൊട്ട് എനിക്ക് ഇങ്ങനെ വായിൽ കപ്പലോടാൻ തുടങ്ങി, ബിരിയാണി കഴിക്കണമെന്ന് തന്നെ. ചില സമയത്തുണ്ടാവില്ല നമുക്ക് ബിരിയാണിക്ക് ഭയങ്കര ഒരു കൊതി വരാനായിട്ട്. കല്യാണ വീട്ടിലെ ബിരിയാണി ആ ഒരു അച്ചാറും തൈരൊക്കെ കൂട്ടി കഴിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹപ്രകാരം. എന്നാലും എനിക്ക് കിച്ചണിൽ കുറേ സമയം മെനക്കെടാൻ കഴിയില്ല. രാത്രി ഓൾറെഡി എനിക്ക് കുക്ക് ചെയ്യാൻ മടിയുള്ള ഒരാളാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, രാത്രി കുക്കിംഗ് ഭയങ്കര മടിയാണ്. പക്ഷേ ബിരിയാണിയൊക്കെ കഴിക്കാൻ ആഗ്രഹം വന്നാൽ മാറ്റി വെക്കാവോ. രാവിലത്തേക്ക് നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. ആഗ്രഹങ്ങളൊക്കെ അങ്ങ് തീർക്കാമെന്നേ അല്ലേ, അത്ര തന്നെ. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു ഉള്ളീനെ നല്ലപോലെ വഴറ്റണം. അപ്പോൾ ഞാൻ എളുപ്പപ്പണിയാണല്ലോ. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിലടക്കം വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ലോ ആക്കിയിട്ട് വിസിലടക്കം കുക്കർ കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. അതങ്ങനെ നല്ലോണം ഉള്ളി അടിയട്ടെ. ആ ഒരു സമയം കൊണ്ട് വേഗം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിവെളിയേക്കാൻ നിൽക്കാം. നമുക്കൊന്നും റെഡി സ്റ്റോക്ക് ഇല്ലല്ലോ, എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പാക്കറ്റ് വെളുത്തുള്ളി ഇഞ്ചൊന്നും ഞാൻ യൂസ് ചെയ്യലേ ഇല്ല. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. കാരണം അതിലും കെമിക്കൽ ഉണ്ടാവും മക്കളെ. വല്ലപ്പോഴും യൂസ് ചെയ്താൽ മതി, നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ മാത്രം. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി
എന്താണ് പച്ചമുളക്, ഞാൻ കാന്താരി എടുത്തത്, ഇഞ്ചിയില്ല സോറി അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, തക്കാളി 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെ വിസിൽ ഇങ്ങനെ വരുന്ന ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്നു കൊടുക്കും കുക്കർ, അപ്പാട് പിടിച്ച് തുറക്കരുതേ. അപ്പോൾ നല്ലപോലെ ഒരു ചട്ടകം വെച്ചിട്ട് നല്ലോണം പ്രഷറൊക്കെ പോക്കി അതിനുശേഷം വെയിറ്റ് ചെയ്യുന്നില്ല, എവിടെയും വെയിറ്റ് ചെയ്യുന്നില്ല പ്രഷർ പോകാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ. അപ്പോൾ ഇതാ ഉള്ളി നല്ലപോലെ അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു വെളുത്തുള്ളി തൊലി പൊളിക്കുന്ന സമയം മാത്രമേ വെച്ചിട്ടുള്ളൂ ലോ ഫ്ലെയിമിൽ, വിസിൽ വന്നിട്ടില്ല. വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് അത് ഇട്ട് കൊടുത്ത് പിന്നെ തക്കാളി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് ഈ തക്കാളി പച്ചമുളകിലൊന്ന് അടിഞ്ഞ് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗവിൽ ചോറ് വെച്ചെടുക്കാം. അപ്പോൾ ചോറ് വെക്കാൻ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ചോറ് വെക്കേണ്ടത്, എന്നാലാണ് ടേസ്റ്റ്, ഗീയും വെളിച്ചെണ്ണയും ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ രാത്രിയിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളല്ലേ, അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട് ഇങ്ങനെ എന്നെ എന്താ പറയുക ഇങ്ങനെ വല്ലാതെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്, രാത്രി എനിക്കെന്ത് വട്ട ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി തിന്നാനെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഞാനുള്ള സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നല്ലൊക്കെ ഉള്ളത്. പക്ഷേ എന്തോ അറിയില്ല, നമുക്ക് ഓരോ സമയത്ത് ഓരോ മൂഡല്ലേ. അപ്പോൾ അത് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ന. ആ ഒരു കളിയാക്കുന്ന സമയത്തിൽ എന്നിട്ട് മറന്നുപോയി, ഫസ്റ്റ് ഉള്ളിയല്ലേ പൊരിച്ചു പോരണ്ടേ, എന്താ ചെയ്യുക മറന്ന് ഞാൻ ഏലക്കയും ഈ ഒരു പട്ടയും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ അത് കോരി മാറ്റി വീണ്ടും ഞാൻ ഉള്ളി ഇട്ട് കൊടുത്ത്. കാരണം ഉള്ളി പൊരിച്ചെടുക്കണം എനിക്ക്. ഇതിപ്പോൾ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നിട്ട് ചെയ്യുന്നതാണ്, ഉള്ളി എന്തായാലും നിങ്ങൾ പൊരിച്ചോ, അല്ലെങ്കിലും എനിക്ക് ഉള്ളി പൊരിക്കാതെയുള്ള ഒരു നമ്മൾ സാധാരണ കല്യാണം വിട്ട് പോയി ഒരു ബിരിയാണി നമ്മളൊരു ഫ്ലേവർ വേറെ തന്നെയല്ലേ, നല്ല ബിരിയാണി. ഇപ്പോൾ ചിലയിടത്തുണ്ടായ കൊള്ളായിപ്പോയ ബിരിയാണിയൊക്കെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കുക്കുള്ള ചില കല്യാണ വീടുകളുണ്ടാവും, ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ആയിരിക്കും, ആ ഒരു അടുത്തെത്തണം എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ തിളച്ച വെള്ളം ഉള്ളതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചാൽ മതി. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ്സാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു സുമാർ അളവാണ്, അരിനേക്കാട്ട് കുറച്ച് പൊങ്ങിക്കിടക്കാൻ പാകത്തുള്ള വെള്ളം. അപ്പോൾ ഇപ്പുറത്തേക്ക് വിസിൽ വന്ന് ഇനി വേഗം ഓഫ് ചെയ്യുക, ഫുൾ പ്രഷർ കളയുക, നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണ്ടേ, ഇപ്പുറം ചോറാകുന്ന ആ ഒരു സമയം കൊണ്ട്. സാധാരണ നിങ്ങൾ കുക്കർ ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ചിക്കൻ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് റൈസ് ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കും, അത്രയല്ലേ പണിയുള്ളൂ. പക്ഷേ ആ ഒരു ബിരിയാണി എനിക്കിഷ്ടമല്ല. നിങ്ങൾ കുക്കർ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇറച്ചി ചോറാണ്, ആ ഒരു ഇറച്ചി ചോറ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ ഇതിൽ മസാല വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അത്ര മാത്രം മതി. ഓവറായിട്ട് മസാല ഇട്ടിട്ട് മസാല കുത്താക്കരുത്. ഇതിൻ്റെ എരിവൊക്കെ പച്ചമുളകിനെ കാന്താരി ചേർത്തോണ്ട് നല്ല എരിവുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു സമയത്ത് ചിക്കൻ ഇടുന്നതിന് മുമ്പ് എരിവ് ഉപ്പും ഒക്കെ നോക്കണേ, എന്നിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ആ ഒരു പച്ച മസാലയിൽ വെക്കുന്ന ചോറാ മക്കളെ, ഒന്നൊന്നര ടേസ്റ്റ്, കുറേ മല്ലിപ്പൊടിയൊന്നും വാരിയിടണ്ട. അപ്പോൾ ഹാഫ് കുക്കാകുന്നുണ്ട് നമ്മളെ ചോറ്. ഇനി ഇത് നമുക്ക് ചിക്കന് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി നമ്മളിപ്പോൾ 2 വിസിൽ, 2 വിസിലിന് ഓഫ് ചെയ്തോളുക. എന്നിട്ട് ഫുൾ പ്രഷർ കളഞ്ഞിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്യുക. പ്രഷർ പോകാനൊന്നും കാക്കരുത്, കാരണം നമുക്ക് ഇനി ആ ഒരു റൈസ്, ഹാഫ് കുക്കായ റൈസ് ഇതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ഈ ചിക്കനിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ള ആ ഒരു ചോറിനാക്കോട് നമുക്ക് എത്രയോ ടേസ്റ്റുള്ള ചോറാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ. തലശ്ശേരി ബിരിയാണിനെ വെല്ലാൻ മാത്രം ടേസ്റ്റുള്ള ഒരു ബിരിയാണിയും വേറെ വന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങളെ ബിരിയാണി ഞങ്ങളെ ബിരിയാണിയാണ്, അത് ഞങ്ങൾ സമ്മതിച്ചു തരില്ല. നിങ്ങൾ എന്തെങ്കിലും ആൽക്കുലത്ത് സാധനം ഉണ്ടാക്കി തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാനേ പറ്റില്ല. അപ്പോൾ ചിക്കൻ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് പൊരിച്ച് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക, ഹാഫ് കുക്കേ ചോറായിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഉള്ളി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കുക. ഇനി വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഒരേ ഒരു വിസിൽ. ഓക്കെ, ചിക്കനിക്ക് 2 വിസിലാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ എടുത്തത്. പക്ഷേ ചോറ് ദമ്മിട്ടാൽ ഒരേ ഒരു വിസിലിനെ ഓഫ് ചെയ്തോളാം. ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് കുക്കർ ഇറക്കി വെക്കണേ, അവിടെ തന്നെ വെക്കരുത്. ആ ചൂട്ടത്ത് വേറൊരു സ്ഥലത്തേക്ക് കുക്കർ മാറ്റി വെക്കുക. ഓഫ് ചെയ്തു, ഒരേ ഒരു വിസിൽ വന്നത് ഓഫ് ചെയ്തു, മാറ്റി വെക്കുക. എന്നിട്ട് ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യാവൂ. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പം നമുക്ക് ഞാനൊരു ഏലക്ക ചായത്തിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നെന്ന് വിചാരിക്കാം, നമ്മളിത് പെട്ടെന്നൊന്ന് ആക്കി അവിടെ നമുക്ക് കുറച്ച് സംസാരിക്കാനും സമയം കിട്ടുമോ, ഇതിങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ദമ്മിട്ട് കളിക്കണ്ട, അങ്ങനെയൊന്നും വേണ്ട. എന്നാലും ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇമാതിരി ഫ്ലേവറുള്ളൊരു ചോറ് കഴിച്ചിട്ടേയില്ല. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ പറയും 2 പാത്രമൊക്കെ എടുക്കണ്ടേ, ആ 2 പാത്രം എടുത്തോ, കുറച്ച് ടേസ്റ്റ് കഴിക്കണ്ടേ, പിന്നെ 2 പാത്രമൊക്കെ വേണം. അപ്പോൾ പിന്നെ പാത്രത്തിന് അളവ് ഇതിൽ കുറക്കണം. ആകെ ഒരു ചെമ്പ്, എന്തായാലും നമുക്ക് ഓൾറെഡി ഒരു ചെമ്പ്, വലിയ ചെമ്പ് എടുക്കണ്ടല്ലോ ദമ്മിടാനായിട്ട്, അങ്ങനെ മതി. ഇനിയിപ്പോൾ കുറേ ആൾ വരുന്നതാണെങ്കിൽ സോറി, നമ്മൾ മറ്റങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടല്ലേ നമുക്ക് ചോറ് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 കുക്കറിലാക്കി ദം ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങൾ ഇഷ്ടം കേട്ടോ. എന്നാൽ നമുക്ക് ഫാമിലിയിൽ നിന്നൊക്കെ വരുമ്പോൾ 1-2 ആളല്ലേ എക്സ്ട്രാ വരുള്ളൂ. അങ്ങനെ 10-20 ആളൊന്നും ഒരുമിച്ചേക്ക് വരുമൊന്നുമില്ലല്ലോ. ഒന്നുകിൽ ഇളാമ വരുമല്ലോ, ഇളാമൻ്റെ മക്കൾ വരും, മൂത്താപ്പൻ്റെ അങ്ങനെയല്ലേ വരുള്ളൂ, അങ്ങനെയേ വരുള്ളൂ. അപ്പോൾ ഇത് ഇലയിലേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. ചൂടോടുകൂടി ആ വായലയിലേക്ക് ചെരിയുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ,
യാ റബ്ബി പറയാനേ വയ്യ, എനിക്ക് അത്രയും വായിൽ കപ്പലോടുന്നു. കാരണം ആ ഒരു ടേസ്റ്റ്, ഞങ്ങൾ രാത്രി ആരും ഇവിടെ ചോറ് കഴിക്കില്ല, ബിരിയാണി ആയാലും എന്തെന്നാലും രാത്രി ചോറ് കഴിക്കുക എല്ലാവർക്കും മടിയാണ്. അപ്പം നല്ല ബീട്രൂട്ടും ക്യാരറ്റിൻ്റെ അച്ചാർ, ഈത്തപ്പഴത്തെ അച്ചാറും തൈരും ഈ ഒരു ചോറും മസ്റ്റ് ട്രൈ. അച്ചാറും തൈരൊന്നും വേണമെന്നൊന്നുമില്ല, ഞാനതൊന്നും ഇല്ലാണ്ടാണ് രാത്രി അച്ചാറെല്ലാം കൂട്ടി എനിക്ക് നെഞ്ചരി കേട്ടോ. അത് ഞാനതൊന്നും കൂട്ടിയില്ല, വെറും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇത്തിരി അച്ചാറൊക്കെ കൂട്ടിയത്. അല്ലാണ്ട് ഞാൻ ഈ ചോറ് മാത്രം എന്തൊരു ഫ്ലേവർ ആ ഒരു ചിക്കനിക്കൊക്കെ. ഒന്നും ഒരു ഇഞ്ചി ഇട്ടിട്ടില്ല, ഒരു കറിവേപ്പില ഇട്ടില്ല, ഒരു മല്ലിയില ഇട്ടില്ല, ഒരു പുതിനയില ഇട്ടിട്ടില്ല. പറ നിങ്ങൾ എന്തേലും ചേർത്തിട്ടുണ്ടോ? എന്നിട്ട് ഇത്രയും ഫ്ലേവർ ആയിട്ടുള്ളൊരു ബിരിയാണി കിട്ടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എല്ലാം ഉണ്ടെങ്കിലേ ബിരിയാണി വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നമുക്കുള്ള സാധനം കൊണ്ട് അങ്ങ് ഉണ്ടാക്കുക, കഴിക്കുക, അത്ര തന്നെ. പക്ഷേ ഉണ്ടാക്കുന്നതിൽ കുറച്ച് നമ്മളൊരു മെത്തേഡ്, ട്രിക്ക് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ അടിപൊളിയാണ്. ഓക്കെ ബൈ.